തീം പറയാം നമ്മുടെ ഹിന്ദു മുസ്ലിം പ്രണയം അപ്പം തന്നെ അറിയാലോ വിവാഹം ആകുമോ ഇല്ലയോ ആ ഒരു ബേസ് വരും എന്തായാലും തനിച്ചെന്ന വർക്ക് നല്ല വർക്കാണ് സോങ്ങും നല്ല അടിപൊളി സോങ് അതൊന്നും പോസ്റ്ററും വിഷ്വൽസും ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. ഇന്നാണ് 5 മണിക്കാണ് 5 മണിക്കാണ് ഇതിന്റെ അതുപോലെ ഞങ്ങളുടെ വേറൊരു ആൽബം ഷാപ്പിലെ പ്രണയം കാണാനായ ടീം തന്നെയാണ്. അപ്പൊ അത് ഉടനെ തന്നെ റിലീസ് ആവും. പിന്നെ അടുത്തത് 8-ാം തീയതി അലൻ ഞാന് ചേച്ചി പുതിയൊരു വർക്ക് ചെറിയ റോളാണ് അവൻ കിട്ടിയെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ആലൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞു ലൈവായിട്ട് സോഷ്യൽ മീഡിയ അതിപ്പോ നമുക്കാണ് അഭിപ്രായം പറയാം. അത് ഞാൻ പറഞ്ഞത് ആള് കുറ്റം പറഞ്ഞതല്ല. ആളുടെ റോൾ എന്താ വെച്ചപ്പോ ഞാനാണ് പറയത്തില്ല. ഇനി അടുത്ത് നമ്മുടെ ഒരുമിച്ചല്ലേ വേറെ സംഭവം ചേച്ചിയുടെ അഭിനയം പോരെന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ തരക്കേടില്ല കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. കാരണം മറ്റേ എന്താ ഞാൻ രാത്രി 12 മണിക്ക് വിളിച്ചിട്ടാണ് എന്റെ ഈ കാര്യം പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നമൊന്നും ഇല്ലല്ലോ. വിഷമിച്ച് പറയായിരുന്നു. അത് നമ്മള് മറ്റേ പെട്ടെന്ന് പറയുകയാണല്ലോ ഓരോ കാര്യങ്ങൾ. ചിലത് തെറ്റിപ്പോകാം. അത് പുള്ളിക്കാരത്ത് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടില്ലേ. തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കില്ലേ? തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കില്ല. ബിഗ് ബോസിൽ നിന്ന് കോളുമല്ലോ വന്നായിരുന്നു. പ്രഷർ ലിസ്റ്റിലേക്ക് പേര് വെറുതെ എഴുതി വെക്കുന്നുണ്ട്, ഫോട്ടോ എഴുതുന്നുണ്ട്. വന്നാ പോവോ? വിളിച്ചാ പോവോ? എല്ലാവരുടെ പേരുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ പോവോ? പേയ്മെന്റ് പോകണം. മീഡിയയില് കല്യാണത്തിന് എന്തോ പോയിട്ട് ഷെയ്ക്കാൻഡി കൊടുത്തിട്ട് കല്യാണ പന്തലി വെച്ചിട്ട് എന്തൊക്കെയോ. പക്ഷെ ശരിക്കും ആ ഒരു ഇത് കണ്ടപ്പോ നമുക്ക് വിഷമം തോന്നിയായിരുന്നു കേട്ടോ. വിളിച്ചു വരുത്തി അതൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കുന്ന കുറച്ചൊക്കെ സാധാരണ കാര്യം പറഞ്ഞാലും ഇവര് മനുഷ്യന്മാരാണ്. അത് പറയുന്നില്ല, മനുഷ്യന്മാരാണ്. ഡാൻസ് കളിക്കൂലേ? ഡാൻസ് കളിക്കുന്നുണ്ട് അത്യാവശ്യമൊക്കെ. ഇപ്പൊ അല്ലായിരുന്നല്ലോ ഇപ്പൊ കല്യാണത്തിനൊക്കെ പോയിട്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് വന്നത്. അല്ലല്ല സെലിബ്രിറ്റീസ് ആയിട്ട് ഫേമസ് ആയിട്ട് വന്നല്ലോ. അപ്പൊ ആറാട്ടാണേനും അതേ ഫീൽഡിലേക്ക് വീണ്ടും ഇറങ്ങി. റിവ്യൂ എന്നൊക്കെ കുറച്ച് ചേഞ്ച് ആയിട്ട് വെറൈറ്റി ആയിട്ട് ഇറങ്ങി. അപ്പൊ എന്തായാലും തോന്നുന്നു ശരിക്കും മാറ്റങ്ങളാണ്. പേയ്മെന്റ് ആണ് ഇപ്പൊ കിട്ടുന്നത്. അല്ല കോമ്പറ്റീഷൻ വരുമോ? രണ്ടുപേരും വീണ്ടും എനിക്കൊരു കോമ്പറ്റീഷൻ ഗ്യാപ്പായിട്ട് തോന്നുന്നില്ല. കാരണം പുള്ളി വലിയ ഡ്രസ്സിംഗ് ഒന്നും ചെയ്യില്ല. പുള്ളി കോട്ടും ഷർട്ടും മാത്രം എടുക്കുള്ളൂ. ഷെർവാണി, കുർത്ത, മറ്റേ മുസ്ലിം ഡ്രസ് പുള്ളിയുള്ള നമ്മളൊരു ഫീൽഡിലേക്ക് മറ്റേ ഇന്റർവ്യൂസിലൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ വളർച്ചയെന്ന് പറഞ്ഞാൽ മീഡിയയുടെ ഒരു സപ്പോർട്ട് കൊണ്ടങ്ങനെ ബോഡി ഗാർഡ്സിലേക്ക് ഒഴിവാക്കി അവർ തന്നെ ഒരുപാട് വലിയ പേയ്മെന്റ് ആക്കി മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉള്ളവർ തന്നെ മേടിക്കുന്നത് അതിന്റെ കുറവാണ്. പേയ്മെന്റ് തന്നില്ല എന്നൊക്കെയായിരുന്നല്ലോ കേൾക്കുന്നത്. പേയ്മെന്റ് തരുന്നില്ല എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. ഞാൻ അഭിലാഷായിട്ട് 9,000 രൂപ കൊടുത്തിട്ടുണ്ട് മറ്റേ റീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പുള്ളിയുടെ ഒരാളെയും കൊണ്ടുവന്നിട്ടുണ്ട്. വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയായിട്ട് മറ്റേ അഭിലാഷായിട്ട് റീൽ ചെയ്യുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്, വെല്ലുവിളിച്ചത്. പക്ഷെ ഞാനിതുവരെ ആ വെല്ലുവിളി കഴിഞ്ഞിട്ട് ചേച്ചിയായിട്ട് പുള്ളി റീൽ ചെയ്യുന്ന അല്ല. ചേച്ചിയോട് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി ചെയ്യുന്നുണ്ടോ അഭിലാഷാട്ടെ റീൽ ചെയ്യാൻ ചോദിച്ചാല് റീലെന്നല്ല പറഞ്ഞ ആള് എന്റെ അടുത്ത് പറഞ്ഞത്. അഭിലാഷിനെ എനിക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാൽ സൂചാണ്ടുള്ളപ്പോൾ പൊസു TV എന്ന് പറഞ്ഞത്. എനിക്ക് ഇവരെയൊന്നും സൂചാണ്ട് പരിചയക്കാരൊന്നും എനിക്ക് നേരത്തെ അറിയത്തില്ല. അതായത് ഈ കോമഡി ആർട്ടിസ്റ്റ് അവരെയൊന്നും ഇവര് സ്റ്റാർ മാജിക്കിലെ ആൾക്കാരെ അല്ലാതെ വേറെ പുറത്തുനിന്ന് മുന്നേ ഉള്ളവരൊന്നും എനിക്കറിയില്ല. അപ്പൊ ഈ പൊസു TV വന്നപ്പോൾ ഒരു റോൾ അഭിനയിക്കാൻ അഭിലാഷ് വന്നു. അങ്ങനെയാണ് എനിക്ക് പരിചയം.
അപ്പോൾ എന്നെ ഈയിടെ വിളിച്ചിട്ട് ചേച്ചി വർക്ക് ഒക്കെ പറയുവാണെങ്കിൽ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് തന്ന ചേച്ചി വെക്കണം. ഞാൻ പറഞ്ഞ വർക്ക് വരുവാണെങ്കിൽ പറ അഭിലാഷ് എന്ന്. അല്ലാതെ റീലിൻ്റെ കാര്യമൊന്നും പറഞ്ഞു. എന്നോട് വിളിച്ച ചേച്ചിയായിട്ട് റീൽ ചെയ്ത് കളിക്കാനൊക്കെ പറഞ്ഞു ആണോ വെല്ലുവിളിച്ചു? വെല്ലുവിളിച്ചായിരുന്നു. നിങ്ങളാണ് പിണങ്ങിയപ്പോ അത് കഴിഞ്ഞിട്ട് വിളങ്ങിയത് അത് കണ്ട പിണങ്ങി. ഞാൻ പറഞ്ഞത് റീൽ കാണിക്കുന്നു. ഇവര് പകല് ഭയങ്കര ദോസ്തായി, രാത്രി ആവുമ്പോൾ പിണങ്ങും. ഞാൻ എന്താ രാത്രി പണക്കം പിണങ്ങിയിട്ട് വീഡിയോ ഇടും പരസ്പരം. എല്ലാ ഇവിടെ എല്ലാവർക്കും ആറാട്ടനടക്കം രാത്രി എന്ത് ആറാട്ടാണ് എന്റെ സ്വഭാവം. ആറാട്ടനും അതെ രാത്രി ആകുമ്പോൾ രാത്രി ആകുമ്പോൾ പിണക്കം കൂടുതലാണ്.